ഈ കടം കൊടുക്കലും കടം വാങ്ങിക്കലും എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പെട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആക്ച്വലി വലിയൊരു രീതിയിൽ, അതായത് ലൈഫിലെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു രണ്ട് സംഭവം കൊണ്ടും ഞാൻ പെട്ടുപോയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഇതിനെപ്പറ്റി ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് ബേസിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കടം കൊടുക്കുകയും ചെയ്യരുത്, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കടം വാങ്ങിക്കുകയും ചെയ്യരുത്. അതായത് വേറൊരു സംഭവം കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കരുത്. അതായത് നമുക്ക് പറ്റണ രീതിയിനേക്കാളും കൂടുതലോ കുറവോ നമുക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആ ഒരു സംഭവത്തിനോട് കൊടുക്കുന്നതിനോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ കൂട്ടുകാരന്മാർ ഇപ്പോൾ എനിക്ക് അത് റിയലൈസ് ചെയ്യിപ്പിച്ച് തന്നൊരു കാര്യം. അതായത് പല ആൾക്കാർക്കും ഞാൻ പൈസ കൊടുത്തിട്ട് വെറും 500 രൂപയായിരിക്കും, അത് നമുക്ക് വലിയ എമൗണ്ടാണ്. ഒരു ദിവസം പട്ടിപ്പണി എടുത്താലായിരിക്കും ചിലപ്പോൾ ഒരു 500 രൂപ കിട്ടുന്നത്. ആ 500 രൂപ വല്ലവരതും ആകുമ്പോഴത്തേക്ക് അവർക്ക് തിരിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു 500 രൂപയ്ക്ക് വേണ്ടിയിട്ട് തന്നെ, അതായത് ഞാൻ ഇത്രയും വലിയ ഒരു ലക്ഷങ്ങൾ വലിയൊരു കടം ആയിട്ട് പോലും ആ 500 രൂപ 2 വർഷം മുന്നേ കൊടുത്ത 500 രൂപ ഞാൻ ചോദിച്ചിട്ട് എൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് പോലും അവർ തിരിച്ചു തന്നിട്ടില്ലെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതാ എന്താണ് ഇവരെ മനസ്സിൽ എന്നുള്ള കേസ് നമുക്കറിയില്ല. പല ആൾക്കാരും നമ്മളെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ എമൗണ്ട് വാങ്ങിക്കും, എന്നിട്ട് കറക്റ്റ് തിരിച്ചു തരും, എന്നിട്ട് വലിയൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് ആ വഴിക്ക് അങ്ങ് പോകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. ആക്ച്വലി നമുക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ റിസ്ക് എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആരെയും വിശ്വസിക്കരുത് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാൻ വരുന്ന ഒരാൾ പറയ കിടന്നുരുളാം, കരച്ച് നെഞ്ചത്തിടിച്ച് വിളിക്കാം, കരയാം, ഈ പൈസ കിട്ടിയില്ല അവർ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവർ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അത് തിരിച്ച് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട തുകയായിരിക്കും നമ്മൾ ചിലപ്പോൾ അക്കൗണ്ടിൽ ആ മിനിമം ആയിട്ട് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ 5 ദിവസം എന്ന് പറഞ്ഞിട്ട് അവൻ ചോദിക്കുമ്പോൾ നമ്മളെടുത്ത് അത്യാവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു, 5 ദിവസത്തിൽ തിരിച്ചു തരാമെന്ന് പറയുന്നു. 6ാമത്തെ ദിവസം അല്ലെങ്കിൽ 10ാമത്തെ ദിവസം നമ്മുടെ അത്യാവശ്യമുള്ള കാര്യമായിരിക്കും, 5ാമത്തെ ദിവസം തരൂല, 6, 7, 8, 9. നമ്മൾ പിന്നെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ കിട്ടൂല, നമ്മളെ പരിപാടിയും നടക്കൂല, അവരെ പരിപാടിയും നടക്കൂല, ആ ബന്ധം അവിടെ തകരും. ബന്ധങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോടീശ്വരനായിരുന്നാൽ പോലും ആൾക്കാർക്ക് നമ്മൾ പൈസ കടം കൊടുക്കരുതെന്നാണ്. അതായത് ഇപ്പോൾ ദാനം കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല, ദാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ എത്ര രൂപയായിരുന്നാലും. ഞാൻ ആക്ച്വലി പലതവണ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ കൂട്ടുകാരന്മാർ ആരെങ്കിലും വിളിച്ച കളിയാൽ 100 രൂപ ഉണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ 100 രൂപ ഉണ്ടെങ്കിൽ താ എന്ന് പറയുമ്പോഴത്തേക്ക് പല ആൾക്കാരും, അത് 90% ആൾക്കാരും ഉറപ്പായിട്ടും ഇല്ല ഇല്ല ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തന്നെ ആക്ച്വലി ആലോചിച്ചിട്ടുണ്ട്, 10-12 രൂപ സാലറി വാങ്ങിക്കണം, നമ്മളെ കയ്യിൽ എങ്ങനെ പോയിരുന്നാലും 100, 500 അല്ലെങ്കിൽ 1000 രൂപ എടുക്കാനായിട്ട് കാണും. അപ്പോൾ ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഈ 100 രൂപ ഇല്ലെന്ന് പറയുന്നത്? എല്ലാ ആൾക്കാരുടെ കയ്യിൽ 100 രൂപ കാണും, എന്തായാലും 100 രൂപ ഇല്ലാത്ത ആൾക്കാരൊന്നും കാണില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലായ ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ആക്ച്വലി ആ 100 രൂപയിലല്ല കാര്യം, അവ അവിടെ നോ പറഞ്ഞുകൊണ്ട് അത് നോ, അവിടെ തീർന്നു സംഭവം. നമ്മൾ എവിടെ നിന്നെങ്കിലും ആ 100 രൂപ മറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ 100 രൂപ നമ്മൾ വാങ്ങിച്ച ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ ആ വാങ്ങിച്ചവൻ്റെ നമ്മളെ ആവശ്യമോ അവിടെ തടസ്സപ്പെടുന്നു. നമ്മളും അവരും തമ്മിലുള്ള ബന്ധം അവിടെ പ്രശ്നം ഉണ്ടാകുന്നു. ഈ കടം വാങ്ങിച്ചവൻ തരാതിരുന്നിട്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഡേറ്റിന് തരാതിരുന്ന് നമ്മളും അവനും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ കുറേ ബന്ധങ്ങൾ തകരും. ഞാൻ എവിടെ വായിച്ചിട്ടുള്ളൊരു സംഭവമാണ്, നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ച് ചോദിക്കുന്നതിനേക്കാളും വലിയ ഒരു യാചനയും ഒരു ഭിക്ഷക്കാരനും നടത്തിയിട്ടില്ലെന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ പൈസ അവനെ സഹായിക്കാൻ വേണ്ടി കൊടുത്തിട്ട് അത് നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ യാചിക്കണ ഒരു സംഭവം അത്ര ഒരു ദയനീയ അവസ്ഥ ഒരു ഭിക്ഷക്കാരന് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയണത്. ആക്ച്വലി ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസം 1 രൂപ വെച്ച് മാറ്റി വെച്ചാൽ പോലും നമുക്ക് തരാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. അതായത് ഒരാൾ 500 രൂപ, എൻ്റെ ഇത് തന്നെ പറയാം, 500 രൂപ വാങ്ങിച്ച് 2 വർഷമായിട്ട് ഇതേ കണക്ക് ഞാൻ മെസ്സേജ് അയച്ച് പുറകെ കിടക്കുന്നു, കിട്ടുന്നില്ല. അവൻ ഒരു ദിവസം 1 രൂപ മാറ്റി വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ 500 രൂപ തന്ന് എൻ്റെ കാര്യങ്ങൾ, ഈ 500 രൂപ എൻ്റെ കാര്യങ്ങൾ നടന്നതിന് ഇങ്ങനെ ഒരു കടമെന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പോലും തരാൻ താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ തരാത്ത ആൾക്കാരാണ് ആക്ച്വലി കൂടുതലും ഈ ലോകത്തുള്ളത്. ലോകത്തൊന്നുമല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണോ, പൈസ ഉണ്ടായിരുന്നെങ്കിലും കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കടം വാങ്ങിക്കണ കേസ്, കടം വാങ്ങിക്കണതാണെന്നുണ്ടെങ്കിൽ ആരും പ്രഷർ ചെയ്ത് നമ്മൾ കടം വാങ്ങിക്കരുത്. വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ സ്കോപ്പ്, ഇപ്പം നമുക്ക് 10ാം തീയതി സാലറി കിട്ടും എന്ന് തന്നെ വെച്ചോ, സാലറി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് വാങ്ങിക്കണതിന് കുഴപ്പമില്ല. വേറൊരാൾ അത് ഫിക്സഡ്, നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടും എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഡേറ്റ് പറഞ്ഞ് വാങ്ങിക്കണതിന് കുഴപ്പമില്ല. പക്ഷേ 90% ആൾക്കാരും വാങ്ങിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ഡേറ്റിന് ഞാൻ തരും. അത് എന്താണ് കണ്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ലോൺ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരൻ കൊടുത്തിട്ട് 5 വർഷമായിട്ട് അവൻ നാളെ തരുമെന്ന് പറഞ്ഞ പൈസയോ കണ്ടിട്ടായിരിക്കും ആക്ച്വലി കടം നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ 90% ആൾക്കാരും വാങ്ങിക്കുന്നത്. ആ ഒരു സംഭവം ഉറപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നു. ആ ഒരു സംഭവം നടക്കാൻ ചാൻസ് ഇല്ല, 90% ഇല്ല എന്നുള്ളതാണ്. ആ 90%-ത്തിലുള്ള സംഭവം നടക്കുന്നില്ല. ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, 1 ദിവസം ചോദിക്കുന്നു, 10 ദിവസം ചോദിക്കുന്നു. പല ആൾക്കാരും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദിക്കുന്നത് എന്തോ അവരെ പൈസ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ
വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് ഇത് പോവാം. ഇത് എൻ്റെ മെയിൻ പ്രശ്നം ഇതൊന്നുമല്ല, എന്നാലും ഞാൻ ബേസിക് സംഭവം പറഞ്ഞതാണ്. വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് ഇത് പോവാം. ഈ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ച് തന്നിട്ട് കൂടുതൽ പൈസ വാങ്ങിക്കുന്നു, അത് പിന്നെ തരുന്നില്ല, അത് വലിയൊരു പ്രശ്നമാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കടം കൊടുക്കുകയും ചെയ്യരുത്. വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പ് 100% കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവൂ. വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു മൈൻഡാണ്, മനസ്സിലായില്ലേ? പറഞ്ഞ വാക്കിനൊരു വില കൊടുക്കുക എന്നുള്ളത്. അത് നമ്മളിപ്പോൾ പൈസ വാങ്ങിച്ച് 10-ാം തീയതി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-ാം തീയതി എങ്കിലും നമ്മൾ ആ പൈസ കൊടുക്കണം. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള കണക്ക്. പല ആൾക്കാരും പറഞ്ഞ് പറ്റിക്കണത് കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു പൂച്ചയുടെ കേസ് പറയില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ തണുത്ത പാല് വെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ, നമ്മളിപ്പോൾ ആർക്കെങ്കിലും പൈസ കൊടുത്ത് അവർ നമ്മളെ പറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവൻ പറയണതാണോ കറക്റ്റ്, ഇവൻ പറയണതാണോ കറക്റ്റ്, ഇവൻ തിരിച്ചു തരുമോ അവൻ തിരിച്ചു തരുമോ നമുക്കറിയില്ല. അപ്പോൾ യഥാർത്ഥമായിട്ട് പൈസ ആവശ്യമുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും, കടം വാങ്ങിച്ചിട്ട് കറക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. പക്ഷേ വേറൊരുത്തൻ നമ്മളെ പറ്റിച്ചത് അല്ലെങ്കിൽ രണ്ടുപേര് പറ്റിച്ചത് കാരണം യഥാർത്ഥമായിട്ടുള്ളവൻ്റെ അടുത്ത് നമുക്ക് ഇല്ലെന്ന് പറയേണ്ടി വരും. അതാണ് ഫേക്കായിട്ടുള്ള ആൾക്കാർ ഈ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന 8-ൻ്റെ പണിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഒരു വോയിസ് കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അവതരിപ്പിച്ചതും. അതുപോലെ തന്നെ അത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരിക്കും. എന്തായാലും വാങ്ങിയവരും കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അതൊക്കെ വാങ്ങുന്നവരോടും കൊടുക്കുന്നവരോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം എന്താണ്, എന്ത് ശ്രദ്ധിക്കണം. വാങ്ങുന്ന ആളത്തെ ഞാൻ വാങ്ങിയ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഡേറ്റിന് കൊടുക്കാത്ത ഒരാളാണ്, ഇത്രയും കൊടുക്കാൻ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ ഞാൻ ഈ വോയിസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നോട് പറയാനുണ്ടാവുക? എടാ നീ കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് കേൾക്കുന്ന എനിക്ക് ഉള്ളിൽ അത് തോന്നണം എനിക്ക് കൊടുക്കണം. കാരണം ഞാൻ വേറൊരാളുടെ പൈസ ഞാൻ വാങ്ങിയത്, അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അത് എനിക്ക് ഇത്രയായിട്ട് ഒരു ബോധം വരുന്നില്ല. അത് തല്ലുകൊള്ളാത്തൊരു പ്രശ്നമാണ് പറയുന്നുണ്ടെങ്കിലും, പക്ഷെ അത് ഇന്നെ കൺവിൻസ് ചെയ്യിക്കാൻ എന്തായിരിക്കും പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഞാനിപ്പോൾ കടം വാങ്ങിച്ചിട്ടുള്ള കൂട്ടത്തിലും ആണ് നിൽക്കുന്നത്. കാരണം കടം വാങ്ങിച്ചിട്ടാണ് ഞാൻ പൈസ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാലും, അതായത് നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്ന് വെച്ചു, ആ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ ഒരിടത്തുനിന്നും വെറുതെ വരില്ല. നമ്മൾ എന്തെങ്കിലും പണി ചെയ്താൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ പണം എന്ന് പറയുന്ന സംഭവം നമ്മളെ കയ്യിലോട്ട് വരുള്ളൂ. ഒരു പോലും അനാവശ്യമായിട്ട് വരില്ല. അതിനിപ്പോൾ ഒരു ഭിക്ഷ എടുക്കുന്ന ആളാണെങ്കിൽ പോലും അങ്ങനെ ഒരു 10 പേരെടുത്ത് ഇത് കണക്ക് പൈസ വേണം എന്ന് പറഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഒരാൾ 10 രൂപ അല്ലെങ്കിൽ 5 രൂപ അല്ലെങ്കിൽ 2 രൂപയെങ്കിലും കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു പൈസയും ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. അപ്പോൾ ഈ നമ്മൾ വാങ്ങിച്ച 500 രൂപയെങ്കിൽ 500 രൂപ ആ തന്ന ആൾ എന്തൊക്കെയോ രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്നുള്ള ഒരു ബോധം വേണം. പിന്നെ തിരിച്ചു കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആണുങ്ങളാകുമ്പോൾ കുറച്ച് വാക്ക് പാലിക്കണം എന്നുള്ളതാണ്. നട്ടലുള്ള ആണുങ്ങളാകുമ്പോൾ കുറച്ച് വാക്കെങ്കിലും പാലിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിന് പറ്റാത്ത ആൾക്കാർ ആണുങ്ങളെന്ന് പറഞ്ഞ് നടക്കാതിരിക്കണതാണ് നല്ലത്. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ ഇത് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എന്നില്ല രാത്രി എന്നില്ല, ഞാൻ കഷ്ടപ്പെട്ട് 1 രൂപയെങ്കിൽ 1 രൂപ അഡീഷണൽ കൂടുതലുണ്ടാക്കി എല്ലാ ആൾക്കാർക്കും ചെറിയ എമൗണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ എനിക്ക് കൊടുക്കാതിരിക്കാം, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ് എനിക്കിരിക്കാം. പക്ഷെ ഞാൻ ആലോചിക്കുന്ന കാര്യം, ഞാൻ ഈ പൈസ കഷ്ടപ്പെടുന്ന കണക്കാണ് അവരും, അല്ലെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പെടുന്നതിൻ്റെ വില നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അതേ കണക്ക് എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ആ പൈസ ഉണ്ടാക്കിയെന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചു കൊടുക്കാതിരിക്കണം ശരിയാണോ? പ്രത്യേകിച്ച് നമ്മളൊരു വാക്കും കൂടെ പറഞ്ഞ സ്ഥിതിക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാമെന്നുള്ള ഏകദേശമുള്ള എല്ലാ ആൾക്കാരെയും കുറേ തരും എന്നുള്ള ആൾക്കാരെയും എല്ലാം ഞാൻ ഇത് കണക്ക് വാങ്ങിച്ച് മറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഒരു നോർമലി എനിക്ക് യഥാർത്ഥ ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ടെൻഡൻസി, ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ ഞാൻ ഇത് കണക്ക് ഓടിക്കൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അവർക്ക് കാണുന്നുള്ളതുകൊണ്ട് നാളെ ഒരു അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൊടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ പറ്റിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യുന്നത്. ഇത് വാങ്ങിച്ചിട്ട് തിരിച്ച് കൊടുക്കുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അർജൻറ്റായിട്ടുള്ള ചിലപ്പോൾ ഒരു സംഭവത്തിനായിരിക്കില്ല. പക്ഷേ ജീവിതത്തിൽ നമുക്ക് അർജൻറ്റായിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവം വരും. ആ യഥാർത്ഥ സംഭവം വരുമ്പോഴത്തേക്ക് നമ്മൾ കിടന്ന് ഓടണതല്ലാതെ, ചിലപ്പോൾ അത് ദൈവത്തിൻ്റെ കളിയായിരിക്കും, നമ്മൾ കിടന്ന് ഓടണതല്ലാതെ നമുക്ക് ആ സമയത്ത് പൈസ കിട്ടാതെ വരും. ആ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും, അന്ന് നമ്മൾ ചെയ്ത് തെറ്റായിപ്പോയി എന്നാലോചിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൈസയും വെറുതെ വരില്ല. അത് നമ്മൾ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. അതങ്ങനെയാണ് അത് നമ്മളെ വാക്കിനൊരു വില ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനിപ്പോൾ എന്തായിരുന്നല്ലോ, അതിനിപ്പോൾ വീട് വിറ്റിട്ട് കൊടുക്കേണ്ടി വന്നാലും വീട് വിറ്റിട്ട് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്, അവർക്ക് ആരും ഫ്രീ ആയിട്ട് പൈസ കൊടുക്കണതല്ല.
പിന്നെ ചില ആൾക്കാർക്ക് അടി കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ എന്നുള്ള സംഭവം ഉണ്ടാവും. നമുക്ക് പക്ഷേ അതിനുള്ളൊരു സ്കീം സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മളൊരു സ്നേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ കൊടുത്തതായിരിക്കും. പക്ഷേ നമുക്ക് അവസാനം നമുക്ക് വേണ്ട എന്ന് വെക്കാനേ പറ്റുള്ളൂ. പക്ഷേ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ആ ഒരു സംഭവത്തിന് ഒരു എതിരായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ആ സമയത്തായിരിക്കും എല്ലാം മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ കടം കൊടുക്കുക, കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ 1 രൂപയായിരുന്നാലും നമ്മൾ മണീനെ റെസ്പെക്ട് ചെയ്താലേ മണി നമ്മളെ റെസ്പെക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടില്ല. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ടാകുന്നത് പൈസയെ കൂടെയാണ്. ബന്ധം വരുന്നതും ബന്ധം പോകുന്നതും, സ്നേഹം ഉണ്ടാകുന്നതും സ്നേഹം പോകുന്നതും, എല്ലാ സംഭവങ്ങളും ആക്ച്വലി പറഞ്ഞു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആൾക്കാരും സ്നേഹമാണ് വലുത്, ബന്ധമാണ് വലുത്, എന്താണ് ഇത്ര സാധനങ്ങൾ വലുതെന്ന് പറഞ്ഞിരുന്നാലും പണം എന്ന് പറയുന്ന സംഭവം ആണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കുക, പൈസ എന്ന് പറയുന്ന സംഭവം ഇന്നിപ്പോൾ സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ നാളെ മുതൽ ഒന്നുമില്ല. 1900 അല്ലെങ്കിൽ 1880 അല്ലെങ്കിൽ 1800 എന്താണ് നടന്നത് അതേ കണക്ക് തന്നെ. നാളെ മുതൽ ആരും ജോലിക്ക് പോകില്ല. നാളെ മുതൽ ആരും, ചിലപ്പോൾ കൃഷിക്കാർ മാത്രം കൃഷി ചെയ്യുമായിരിക്കും. നാളെ ഒരു കാർ ഉണ്ടാകുന്നില്ല, നാളെ പത്രം വരുന്നില്ല, നാളെ ഒരു സംഭവം നടക്കുന്നില്ല. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നത് നാളെ മുതൽ ജോലിയില്ല, നാളെ മുതൽ ആരും വീട് വെക്കുന്നില്ല, നാളെ കാർ ഇറങ്ങുന്നില്ല, നാളെ ബൈക്ക് ഇറങ്ങുന്നില്ല, നാളെ സൊമാറ്റോ ഓടുന്നില്ല, നാളെ സ്വിഗ്ഗി വരുന്നില്ല, നാളെ ഹോട്ടൽ തുറക്കുന്നില്ല. അതുകൊണ്ട് പൈസ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വിലയുള്ള സംഭവമാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആവശ്യം വരും. ആ ആവശ്യം മരണ സമയത്ത് ആരെങ്കിലും നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചത് നമുക്കിപ്പോൾ 10,000 വാങ്ങിച്ച് നമുക്കിപ്പോൾ 10,000 കൊടുക്കാനുള്ള സെറ്റപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക, എടാ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്, ഞാൻ ജോലിക്ക് പോയിട്ട് ഇന്ന സംഭവം ഇട്ട് തരാം. അപ്പോൾ ഒരു മാസം നിനക്ക് എല്ലാം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 1000 രൂപ വെച്ച് കൊടുക്കുക, അത് തീർക്കുക. അപ്പോൾ അവർക്കൊരു വിശ്വാസം വരും, ഇവൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഇവ എന്തെങ്കിലും ചെയ്ത് തരുമെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കടം വാങ്ങിച്ച പൈസ കൊടുക്കാനായിട്ട് നമുക്ക് ജോലി ചെയ്ത് ആ സാലറി കിട്ടണതിൽ നിന്ന് കുറച്ച് കൊടുക്കാം. ഒറ്റ സ്റ്റെപ്പിൽ കൊടുത്ത് തീർക്കണമെന്നും പറയണില്ല, പക്ഷേ ഉറപ്പായിട്ടും കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് എനിക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. അത്യാവശ്യമായിട്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞ സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, ദാനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പറയാനുള്ളത്. അതുപോലെ എനിക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അത് കടം കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്താണ്. കടം കൊടുക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കടം കൊടുക്കാതിരിക്കാൻ 90% നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമാണ്. കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അത് എൻ്റെ ഈ സംഭവം വെച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം. തുറന്നു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ കയ്യിൽ നിന്ന് ഒരു 30-35 ലക്ഷം രൂപയാണ് എന്നെ പറ്റിച്ചിട്ട് പോയവൻ. പറ്റിച്ചിട്ട് മീൻസ് അവൻ ഗെയിം കളിച്ചോ ബെറ്റ് ചെയ്തൊക്കെ കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ എൻ്റെ കയ്യിൽ നിന്ന പോലെ പല ആൾക്കാരുടെ കയ്യിൽ നിന്നായിട്ട് ഇവ ഏകദേശം 1.5 കോടി രൂപയോളം ഇതേപോലെ ബെറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് ഒരു കേസായി പ്രശ്നമായി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് ഇവർ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസ പോയ ആർക്കും പൈസ കിട്ടാൻ പോകുന്നില്ല. കാരണം ആ പൈസ ഒരിടത്തുനിന്നും കുഴിച്ചെടുക്കാൻ പറ്റൂല. അതാണ് ഏറ്റവും വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളെ കയ്യിൽ നിന്ന് കടം കൊടുക്കുന്ന ആൾക്കാർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര രൂപ, 1 കോടി അല്ലെങ്കിൽ 1.5 കോടി രൂപ പല ആൾക്കാർ അധ്വാനിച്ചതും പല ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ചതുമായിട്ടുള്ള പൈസ മാഞ്ഞു പോയി. ആ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും, ഇത്രയും ആൾക്കാർ കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്രയൊരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. പണം പൈസ വാങ്ങിച്ചവന് ഒരു നഷ്ടവും ഇല്ല. അവൻ വാങ്ങിക്കുന്നു, കളയുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നമാവുന്നു, ഓക്കെ തീർന്നു, അവരുടെ സംഭവം തീർന്നു. ആരും അതിൽ പിന്നെ വേറൊരു സംഭവം നടക്കുന്നില്ല. അവരുടെ സൈഡ് എല്ലാം ഓക്കെയാണ്, അവർക്കൊരു നഷ്ടവും വന്നിട്ടില്ല. പോയത് നമ്മളെ പൈസ, അവർക്ക് അവരുടേതായിട്ടുള്ള സന്തോഷം ഉണ്ടായി. ഇനി അധ്വാനിക്കേണ്ടത് നമ്മൾ, കടം വാങ്ങിച്ചവരെ നിന്ന് കൊടുക്കേണ്ടത് നമ്മൾ. അപ്പോൾ ആകെ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ കടം കൊടുക്കുന്നതിന് മുന്നേ 100 വട്ടം ആലോചിക്കുക. 1 തവണ വാങ്ങിച്ചു തരും, 2 തവണ വാങ്ങിച്ചു തരും, 3 തവണ വാങ്ങിച്ചു തരും. ചിലപ്പോൾ അടുത്ത തവണ തരാതെ പോകുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകാൻ പോകുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് കടം വാങ്ങിക്കുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. പോണില്ല. പക്ഷെ കടം കൊടുക്കുന്നവർക്ക് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ദയവ് ചെയ്ത് കടം കൊടുക്കുന്ന ആൾക്കാർ ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. എന്തായാലും ഇത് കേൾക്കുന്നവർക്ക് എന്തായാലും അതിൻ്റെ ജെന്യൂനിറ്റി കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഒരു ചെറിയൊരു മാറ്റം ആർക്കെങ്കിലും ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആ രീതിയിൽ കൺവിൻസ് ആയിട്ടാണ് നിങ്ങൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് കടം കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം നമ്മളുള്ള സമയത്ത് സഹായം കിട്ടും. നമ്മൾ സഹായം ചെയ്യുന്ന സമയത്ത് തിരിച്ച് നമുക്കൊരു സഹായം വേറെ ആരെങ്കിലും നിന്നൊക്കെ കിട്ടുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മനുഷ്യരൊക്കെ പരസ്പരം ആശ്രയിക്കുന്നവരാണ്.
പറഞ്ഞതുപോലെ ആരെങ്കിലും നെഗറ്റീവ് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവനവൻ്റെ ചോര നീരാക്കിയ പൈസയാണ് വേറൊരാളൊരു കാര്യമില്ലാതെ കൊണ്ടുപോകുന്നത്. അതിൽ നമുക്ക് സങ്കടം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ആ രീതിക്ക് ചെയ്യുന്നതിൽ നമുക്ക് അതിന് നെഗറ്റീവ് ഫീലും ഉണ്ടാവും. പക്ഷെ അപ്പോൾ നമ്മളുള്ളിൽ നന്മയുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്ന് ചെയ്യാൻ ടെൻഡൻസി വന്നു പോകും. അത് വീണ്ടും ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളെ പറ്റിച്ച് പോവുക. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ആരും ചെയ്യാണ്ട് നിൽക്കുക. ആ രീതിക്ക് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.